ക്ലാസ് 6 കേരള ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറും സെക്കൻഡ് ടേം 2025-26 ഗണിതം മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 72നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതിയത് നോക്കൂ. 72നെ 72നെ വിഭജിക്കാൻ പറ്റാത്ത പ്രൈം നമ്പേഴ്സായിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു. നോക്ക്. വിട്ടുപോയ സംഖ്യകൾ കണ്ടെത്തി എഴുതുക. വിട്ടുപോയ സംഖ്യകൾ അപ്പോൾ ഏതൊക്കെയാണ് വിട്ടുപോയിരിക്കുന്നത്? 72നെ 2 കൊണ്ട് യെല്ലോ കളറിൽ കണ്ടോ, 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36 36 കിട്ടും. 36നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും. 18നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9ൽ ഈവൻ നമ്പർ പോവില്ല. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ പോവില്ല, ഒറ്റ സംഖ്യകൾ 3 പോവും. 3 × 3 ആണ് 9. അപ്പോൾ ഇതിൽ വിട്ടുപോയത് ആദ്യത്തെ 72, രണ്ടാമത്തെ 2ഉം 36, പിന്നെ 2ഉം 18, 2, 9, 3, 3 അതാണ് എഴുതേണ്ടത്. 144നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയാൽ അതിൽ 2 എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും? അപ്പോൾ ഇതിൽ 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 72 വീണ്ടും 2 36, വീണ്ടും 2 18. കാരണം ഇതെല്ലാം ഇരട്ട സംഖ്യകളാണ്, അതിൽ 2 പോവും. 18ൽ 2 9 പ്രാവശ്യം, 9 ഒറ്റ സംഖ്യയാണ്, അപ്പോൾ 2 പോവില്ല. അപ്പോൾ 4 തവണ കേട്ടോ. ആൻസർ 4 തവണ. ഇനി സി ക്വസ്റ്റ്യൻ, 2 അഭാജ്യ സംഖ്യകളുടെ തുക 13 ആണ്. അതിലെ വലിയ അഭാജ്യ സംഖ്യ ഏത്? 2 അഭാജ്യ സംഖ്യകൾ, അത് P1ഉം P2 ആയിട്ട് എടുക്കുക. അപ്പോൾ P1 + P2 തുകയാണ്, അത് 13 ആണ്. അപ്പോൾ ഒരു അഭാജ്യ സംഖ്യ, ഒരു പ്രൈം നമ്പർ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 2 + P2 13. അപ്പോൾ 2 ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ പ്ലസ് മൈനസ് ആവും. 2 എന്ന് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം +2 എന്നാണ്. അപ്പോൾ 13 - 2 = 11. അപ്പോൾ വലിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 11 ആണ് കേട്ടോ. ഇനി ഡി ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ 10ൻ്റെ എല്ലാ ഗുണിതങ്ങളും 30ൻ്റെ ഗുണിതങ്ങളാണ്. 20ൻ്റെ എല്ലാ ഗുണിതങ്ങളും 30ൻ്റെ ഗുണിതങ്ങളാണ്. 30 അതൊക്കെ തെറ്റാണ്. 15ൻ്റെ എല്ലാ ഗുണിതങ്ങളും 30ൻ്റെ ഗുണിതങ്ങളാണ്. അതാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി 3 ഓർ ക്വസ്റ്റ്യനാണ്. 1B, 110നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. പ്രൈം നമ്പേഴ്സാണ് കേട്ടോ, അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 110ൽ 2 55 55, പിന്നെ 55 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 5 അല്ലേ കിടക്കണേ, അപ്പോൾ 2 പോവില്ല. 5 11 11 5 × 11 55. അപ്പോൾ അഭാജ്യ സംഖ്യകളുടെ ഇതായിട്ട് എഴുതണമെങ്കിൽ 2 × 5 × 11. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 110ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ ഇതിൽ 2⁻1 കണ്ട, അതിൻ്റെ പവർ എക്സ്പൊണൻ്റ് 1 അല്ലേ റെഡിൽ എഴുതിയേക്കുന്നത്. 2 ഒരു 2 ഉണ്ട്, ഒരു 5 ഉണ്ട്, ഒരു 11 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര ഘടകങ്ങളാണ് ചോദിച്ചേക്കണേ. ഘടകങ്ങളുടെ എണ്ണം അറിയാനായിട്ട് 1 എക്സ്പൊണൻ്റ് +1, പിന്നെ 1 + 1 1 + 1 1 + 1, 5ൻ്റെ 1 1 + 1 11ൻ്റെ 1 1 + 1. അപ്പോൾ 2 × 2 × 2 8ആണ് ആൻസർ. ഘടകങ്ങളുടെ എണ്ണം 8. ഇനി സി ക്വസ്റ്റ്യൻ, 110ൻ്റെ എല്ലാ ഘടകങ്ങളും എഴുതുക. 110ൻ്റെ എല്ലാ, അപ്പോൾ എത്ര ഘടകങ്ങളുണ്ട് ശരിക്കും? 8 ഘടകം അല്ലേ. ആ 8 ഘടകങ്ങളുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 1 × 110 110ആണ്. 2 × 55 110 ആണ്. 5 × 5ഉം ഘടകമല്ലേ, 5 × 22 110 ആണ്. 10 × 11 110 ആണ്. അപ്പോൾ 1 2 5 10 110 55 22 11 ഇതൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത സംഖ്യകളെ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയാൽ അവയിൽ 2ഉം 5ഉം ഘടകമായി വരുന്നത് ഏത് സംഖ്യയാണ്? 2ഉം 5ഉം വരണം. അപ്പോൾ ആദ്യത്തെ 66, അതിൽ 5 പോവില്ല. രണ്ടാമത്തെ 30 ലാസ്റ്റ് 0 ആണ് കിടക്കണത്. അപ്പോൾ അതിൽ 5ഉം പോവും 2ഉം പോവും. 30 ആൻസർ. സി ക്വസ്റ്റ്യൻ നോക്കിയാൽ 45. 45-ൽ 2 പോവില്ല, 105-ലും 2 പോവില്ല. അപ്പോൾ 2-ലും പോകുന്നത് ബി ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൃത്തത്തെ ഒരുപോലെയുള്ള ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഇതുപോലെ എഴുതുകയാണെങ്കിൽ 1 2 3 4 5 6 6 ഭാഗമുണ്ട്. 6 എണ്ണത്തിൽ 5 എണ്ണമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 5/6 മൊത്തത്തിലുള്ളത് താഴെ എഴുതാം. ഡിനോമിനേറ്ററായിട്ട് ഛേദമായിട്ട് എഴുതാം. അംശം 5 എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ, ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യയെ 1/2ൻ്റെയും മറ്റൊരു ഭിന്നസംഖ്യയുടെയും തുകയായി എഴുതുക. അപ്പോൾ 1/2 പ്ലസ് എക്സ് സമം 5/6. അപ്പോൾ 5/6 മൈനസ് 1/2, 5/6 മൈനസ് 1/2 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് അതിൻ്റെ LCM സെയിം ആയിരിക്കുക, 6 തന്നെ വരണം. അപ്പോൾ ഛേദം ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഒരെണ്ണത്തിൽ 6ഉം ഒരെണ്ണത്തിൽ 2ഉം അല്ലേ. അപ്പോൾ ആ 2 ഇൻറ്റു 3 കൊടുത്ത 6 ആവും. അപ്പോൾ അതേപോലെ തന്നെ ന്യൂമറേറ്റർ അംശത്തിനെയും 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 3 3, 2 × 3 6. അപ്പോൾ 5/6 മൈനസ് 3/6 എന്നുള്ളത് പിന്നെ എഴുതുമ്പോൾ 5 മൈനസ് 3/6, അതായത് 2/6. അതിനെ വെട്ടി ചെറുതാക്കിയാൽ 1/3 ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? മറ്റൊരു ഭിന്നസംഖ്യ 1/3 അല്ലെങ്കിൽ 2/6 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1/4 പ്ലസ് 1/8 എന്നതൊരു വൃത്തം വരച്ച് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. 1/4 പ്ലസ് 1/8. അപ്പോൾ അത് എങ്ങനെയാണ് വൃത്തം വരച്ച് ഷെയ്ഡ് ചെയ്ത് കാണിക്കാനായിട്ട്? ആദ്യമേ തന്നെ 1/4 അതായത് ഇൻറ്റു 2, 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4നും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 2 2, 2/8 പ്ലസ് 1/8, അതായത് 3/8 എന്ന് ആൻസർ കിട്ടും. 2/8 പ്ലസ് 1/8. അപ്പോൾ നമ്മൾ എത്ര 8 കള്ളി ഇതേപോലെ, ഇവിടെ 6 ഉള്ളൂ, അതേപോലെ 8 എണ്ണം വരയ്ക്കണം. 8 ഒരേപോലെയുള്ള ആദ്യം സർക്കിൾ വരയ്ക്കുക. സർക്കിളിനെ 8 ഭാഗങ്ങളാക്കുക. അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. 3 ഭാഗം, അതാണ് അതിൻ്റെ ആൻസർ. ഇനി ഡി ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും നോക്കുക. പ്രസ്താവന, 1/3 പ്ലസ് 1/6 എന്നത് 1/2 കൂടുതലാണെന്നാണ് എഴുതിയേക്കുന്നത് പ്രസ്താവന. കാരണം 3/6 എന്നത് 1/2 തുല്യമാണ്. അപ്പോൾ 1/3 പ്ലസ് 1/6 എത്രയെന്ന് നോക്കാം. അപ്പോൾ 3 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ 1 × 2/3 × 2, അത് 2/6. 2/6 പ്ലസ് 1/6 എന്ന് 3/6. അതിനെ വെട്ടിച്ചെറുതാക്കിയാൽ 1/2 എന്ന് കിട്ടും. അപ്പോൾ അത് ഈക്വലാണ്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, റീസൺ കറക്റ്റാണ്, ഈക്വൽ ടു എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുതുവത്സര ഓഫർ വസ്ത്രങ്ങൾക്ക് 30% വിലക്കുറവ്. പരസ്യം കണ്ടല്ലോ. ഈ കടയിൽ നിന്ന് 100 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ കിട്ടുന്ന വിലക്കുറവ് എത്രയാണ്? 30% അല്ലേ. അപ്പോൾ 30% എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് 30 രൂപ കിഴിവ്. 100 രൂപയ്ക്ക് 30 രൂപ കിഴിവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, അബു ഈ കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയപ്പോൾ 90 രൂപ കുറവ് കിട്ടി. അപ്പം 100 രൂപയ്ക്ക് 30 രൂപ കുറവ്. അപ്പോൾ 90 രൂപ കുറവ് കിട്ടിയെന്ന് പറയുമ്പോൾ 200 രൂപയ്ക്ക് 60 രൂപ, 90 രൂപ 300 രൂപയ്ക്ക്. അബു എത്ര രൂപയുടെ വസ്ത്രമാണ് വാങ്ങിയത്? അബു വാങ്ങിയത്
300 രൂപയുടെ വസ്ത്രം വാങ്ങി. അപ്പോഴാണ് 90 രൂപ അവന് കിഴിവ് കിട്ടുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ. രാജു ഈ കടയിൽ നിന്ന് 1560 രൂപയ്ക്ക് വസ്ത്രം വാങ്ങി. രാജു എത്ര രൂപ കൊടുക്കണം? വസ്ത്രം വാങ്ങിയത് 1560-ന്, അതിൻ്റെ 30% ഡിസ്കൗണ്ടാണ്. അപ്പോൾ 1560 × 30 156 × 3 എന്ന് കിട്ടും. 468 രൂപ ആണ് കുറവ്. അപ്പോൾ രാജു കൊടുക്കേണ്ടത് 1560-ൽ നിന്ന് 468 മൈനസ് ചെയ്താൽ 1092 രൂപ എന്ന് ആൻസർ കിട്ടും. ഇനി ഡി ക്വസ്റ്റ്യൻ 30% വിലക്കുറവ് എന്നതിന് തുല്യമാണ് താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണെന്ന്. 1 രൂപയ്ക്ക് 30 പൈസ വിലക്കുറവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 30% വിലക്കുറവാണ്. പിന്നെ 1000 രൂപയ്ക്ക് 300 രൂപ വിലക്കുറവ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി 4ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യമുണ്ട്, 4A-യും 4B-യും. 4A, 3ൻ്റെ തുടർച്ചയായ 5 ഗുണിതങ്ങൾ എഴുതാൻ. ഗുണിതം അപ്പോൾ 3നെ 1 കൊണ്ട് ആകുമ്പോൾ 3, 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15. അതാണ് അതിൻ്റെ ഉത്തരം. ബി ക്വസ്റ്റ്യൻ ഇതാണ്. അതിലെ ആദ്യത്തെയും 5ാമത്തെയും സംഖ്യകളുടെ തുകയും 2ാമത്തെയും 4ാമത്തെയും സംഖ്യകളുടെ തുകയും തമ്മിൽ എന്താണ് ബന്ധം? കാരണം കണ്ടെത്തുക. ആദ്യത്തെയും അവസാനത്തെയും 5ാമത്തെയും അപ്പോൾ 3 + 15 18ആണ്. 2ാമത്തെയും 4ാമത്തെയും 6 + 12 18ആണ്. അവ തമ്മിലുള്ള ബന്ധം ഇത് രണ്ടും തുല്യമാണ്. ഇനി 3ാമത്തെ സി ക്വസ്റ്റ്യൻ. ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുകയ്ക്ക് നടുവിലെ സംഖ്യയുമായി എന്താണ് ബന്ധം? അതായത് ആദ്യ സംഖ്യയും അവസാന സംഖ്യ എന്ന് പറയുമ്പോൾ 3 + 15 18, നടുവിലെ സംഖ്യ 9ആണ്. ഈ 18 എന്ന് പറയുന്നത് 9നെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെയും ഉത്തരം ഇതാണ്. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കൂട്ടുന്ന തുക മിഡിൽ നമ്പർ 3ാമത്തെ സംഖ്യയുടെ മിഡിൽ നമ്പറിൻ്റെ ഇരട്ടിയാണ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഡി ക്വസ്റ്റ്യൻ. 185 + 299 എന്നത് താഴെ കൊടുത്തവയിൽ ഏതിന് തുല്യമാണ്? ഡി ക്വസ്റ്റ്യൻ. 185 + 299 എന്നത് താഴെ കൊടുത്തവയിൽ ഏതിന് തുല്യമാണ്? 185ഉം 299ഉം. നമുക്ക് ആൻസർ 484 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 484 രണ്ടും കൂടി ആഡ് ചെയ്താൽ 484. 484 എന്ന് പറയുന്നത് 184 + 300, അല്ലെങ്കിൽ 185ൻ്റെ കൂടെ 1 കുറച്ചാൽ 184, 299 ആ കുറച്ച 1 299 കൂടെ കൂട്ടിയാൽ 300. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 4B. 2 5 8 11 എന്നീ സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന മിച്ചം എത്ര? റിമൈൻഡർ. അപ്പം 3ന് അതിൻ്റെ റിമൈൻഡർ വരുന്നത് 3നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. പിന്നെ 5നെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം കിട്ടുന്നത് 2. 8നെ 2, 11ന് 2. അപ്പോൾ എപ്പോഴും മിച്ചം വരുന്നത് 2ആണ്. സി ക്വസ്റ്റ്യൻ. 600 - 198 എന്നത് 599-ൽ നിന്ന് ഏത് സംഖ്യ കുറച്ചതിന് തുല്യമാണ്? ഇതിൽ 600 - 198 വരുന്നത് 402ആണ്. മിസ്സിംഗ് നമ്പർ 600 - 198 402. ആ 402നെ 599-ൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് 197 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 197 599 എന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 402 എന്ന് കിട്ടും. ഡി ക്വസ്റ്റ്യൻ. 102 - 98ന് തുല്യമല്ലാത്തത് ഏത്? തുല്യം അല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ 102 - 98 എന്ന് പറഞ്ഞാൽ 4ആണ്. അപ്പോൾ ആ 4ന് 4 വരേണ്ടത് എല്ലാം 4ആണ്. സി ആണ് അതിൻ്റെ ആൻസർ. 106 - 100. അതാണ് അതിൻ്റെ ഉത്തരം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കടയിൽ സാധനങ്ങൾക്ക് 9% വിലക്കുറവ് ലഭിക്കുന്നു. 10 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന വിലക്കിഴിവ് ഡിസ്കൗണ്ട് എത്രയാണ്? ആൻസർ 10 രൂപയല്ലേ? 10ന് 9%. അതായത് 10 × 9/100.
9/10 എന്ന് കിട്ടും ആൻസർ, അല്ലെങ്കിൽ 90/100. അപ്പോൾ 0.9 എന്നാണ് റുപ്പീസ്, അതായത് 90 പൈസ. അതാണ് അതിൻ്റെ ഉത്തരം. ബി ക്വസ്റ്റ്യൻ, 160 രൂപയുടെ സാധനങ്ങൾക്ക് 9% വിലക്കുറവ് ലഭിച്ചാൽ വിലക്കിഴിവ് എത്രയാണെന്ന് ചോദിക്കണേ. വിലക്കിഴിവ്, അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 9%, അതിൻ്റെ വില 160 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണെന്ന് അറിയാൻ 160നെ 9%, 160 × 9/100 എന്ന് പറയുമ്പോൾ 144/10, അതായത് 14.4, 14 രൂപ 40 പൈസയാണ് ഇതിൻ്റെ വിലക്കിഴിവ്. ഇനി സി ക്വസ്റ്റ്യൻ, 2500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ 200 രൂപ വിലക്കിഴിവ് ലഭിക്കുന്നു. നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലേ, എങ്കിൽ വിലക്കിഴിവ് എത്ര ശതമാനം? അതായത് 2500 രൂപ ഇൻറ്റു എക്സ് പെർസെൻറ്റേജ് സമം 200. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനായിട്ട് ഡിസ്കൗണ്ട് ബൈ ടോട്ടൽ എമൗണ്ട്, ഡിസ്കൗണ്ട് 200 ആണ്, 200 ആകെ തുക 2500 ഇൻറ്റു 100. അപ്പോൾ 200/2500 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 40/5, അതായത് 8%. ഇനി 1 രൂപയ്ക്ക് 1 പൈസ വിലക്കുറവ് എന്നതിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? അതായത് 10 രൂപയ്ക്ക് 10 പൈസ, 10 പൈസ ഫോർ 10 രൂപ, 10 രൂപയ്ക്ക്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, രാധയ്ക്ക് തൻ്റെ വീട്ടിലെ പശുവിൽ നിന്നും 4.250 ലിറ്റർ പാൽ ലഭിച്ചു. ഇതിൽ 0.750 ലിറ്റർ പാൽ രാമുവിൻ്റെ വീട്ടിലും 1.750 ലിറ്റർ സമീറിൻ്റെ വീട്ടിലും കൊടുത്തു. ഇനി രാമുവിനും സമീറിനും കൂടി കൊടുത്ത പാലിൻ്റെ അളവ് എത്ര? അപ്പോൾ 2 പേർക്കും ആകെ ഉണ്ടായിരുന്ന പാലിൽ നിന്ന് സമീറിനും രാമുവിനും കൊടുത്തു. അപ്പോൾ രാമുവിന് 0.750, പിന്നെ സമീറിന് 1.750. 2 പേർക്കും കിട്ടിയതെന്ന് പറയുമ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2.50, 2.5 ലിറ്റർ പാല് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എത്രയാണെന്ന് ചോദിക്കണേ. ബാക്കിയുള്ള പാലിൻ്റെ അളവ് എത്ര? ബാക്കിയുള്ള പാലിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 4.25 ടോട്ടലിൽ നിന്ന് ആ 2.5 മൈനസ് ചെയ്താൽ 1.750 എന്ന് കിട്ടും. അതായത് കൃത്യമായിട്ട് ആ പോയിൻ്റ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തേക്കണുണ്ടോ, അതേപോലെ തന്നെ ഇടണം. 4.2 പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് 4, ഇപ്പുറത്ത് 2, അതേപോലെ തന്നെ വേണം നമ്മൾ എഴുതാനായിട്ട്. 4.250 മൈനസ് 2.5 എന്ന് പറയുമ്പോൾ പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് 2, പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് 5, അപ്പോൾ 2.5. 5 കഴിഞ്ഞിട്ട് പിന്നെ 0 ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ അപ്പോൾ 1.750 എന്ന് ആൻസർ കിട്ടും, അത്രയും ലിറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25/10 പ്ലസ് 25/10 എന്ന് പറഞ്ഞാൽ 10 ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ 2.5 പ്ലസ് 3125/1000. 1000-ന് 3 ഇതുണ്ട് അല്ലേ, 3 0. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ വേണം. അപ്പം 3.125 അത് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ 2.5 പ്ലസ് 3.125 എന്ന് പറയുന്നത് 5.625. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5.205-ന് തുല്യമായത് താഴെ തന്നതിൽ ഏതാണ്? 5 പ്ലസ് 2/10 പ്ലസ് 5/1000. അപ്പോൾ 5.205.